മഴ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മഴ ശക്തമാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റ് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂരയും തകർന്നു റോഡിലേക്ക് വീണു. ഇടുക്കി ഡാം ജലനിരപ്പ് 2342.6 അടിയുമായി. മുൻ വർഷത്തേക്കാൾ 12.8 അടി കൂടുതലാണ് ഇത്. വിശദാംശങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ശക്തമായ മഴ സംസ്ഥാനത്തൊട്ടാകെ തന്നെ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും അലേർട്ടുമുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കാം മഴ സാധ്യതകൾ? ഇനിയും മഴ കനക്കാൻ തന്നെയാണോ കാണപ്പെടുന്നത്? ഹരി, അടുത്ത ഒരാഴ്ചത്തേക്ക് അതിശക്തമായ മഴയാണ് കേരളത്തിൽ പ്രവചിക്കുന്നത്. അതായത് 18-ാം തീയതി വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 17-ാം തീയതി വരെ റെഡ് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും റെഡ് അലർട്ടാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ടും മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇന്ന് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. എല്ലാ ജില്ലയിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നതും. ഒപ്പം തന്നെ നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പുകളുണ്ട്. നാളെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് 5 ജില്ലകൾക്കും റെഡ് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകൾക്കും നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കൂടുമെന്നതാണ് മുന്നറിയിപ്പ്. നമുക്കറിയാം, ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയിരുന്നു. മെയ് 24-ന് എത്തിയ കാലവർഷം അതിശക്തമായ മഴയാണ് അന്ന് കേരളത്തിൽ ലഭിച്ചത്. ഒപ്പം തന്നെ നിരവധി നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായി. അതോടൊപ്പം തന്നെ അന്ന് ബംഗാൾ ഉൾക്കടലിലടക്കം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായിരുന്നു മഴ ശക്തമാവാൻ കാരണമായത്. അത്തരത്തിൽ തന്നെ ഇപ്പോൾ വടക്ക് കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി കൂടി ഇത്തവണ മഴ കനക്കുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിൽ ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റായിരിക്കും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ അത് കാരണമാകും. വലിയ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഉയർന്ന തിരമാലയ്ക്ക്, അതായത് 3 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വരാവുന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശവാസികളടക്കം ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ ആകുന്നു, മഴ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് സാഹചര്യം. അതാണ് ഹരി മുന്നറിയിപ്പുകളുള്ളത്. വ്യക്തമാണ്. അതായത് കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയിരുന്നതാണ്. അപ്പോൾ ശക്തമായ മഴ ഇനിയും തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എല്ലാ ജില്ലകളിലും അലേർട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. സാരംഗ് കൂടുതൽ വിശദാംശങ്ങൾ തരും. സാരംഗ്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നതായ ഒരു റിപ്പോർട്ടുമുണ്ട്. തലസ്ഥാനത്ത് എങ്ങനെയുണ്ട് നിലവിലത്തെ സാഹചര്യം? ഇനിയും മഴ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണോ കാണുന്നത്? നിലവിൽ തലസ്ഥാനത്ത് യെല്ലോ അലേർട്ടാണ്. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് മഴ സാധാരണ രീതിയിൽ കുറഞ്ഞ രീതിയിൽ എത്താനാണ് സാധ്യത കാണുന്നത്. പക്ഷേ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റാണ് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. പല ഭാഗങ്ങളിലും മരങ്ങൾ പൊട്ടി വീണിട്ടുള്ള പ്രശ്നങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് അവ എത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരദേശ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതായത് പല ഭാഗങ്ങളിലും കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ശംഖുമുഖം, അതേപോലെ തന്നെ വലിയതുറ, കൊച്ചുതാപ്പ് ഭാഗങ്ങളിലൊക്കെ വീടുകളിലേക്ക് കടലടിച്ചു കയറി കടലിലേക്ക് വീടുകൾ തകർന്ന് വീഴുന്ന രീതിയിലേക്ക്, അതായത് കൃത്യമായ കടൽഭിത്തിയുടെ നിർമ്മാണമോ കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ വീടുകളെല്ലാം തകരുന്ന ഒരു അപകട ഭീഷണിയിലാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നഗരത്തിൽ പൊതുവെ മഴ കുറവാണ്. പക്ഷേ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും, ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മഴയുടെ സാധ്യത തള്ളിക്കളയാനാവില്ല. ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റ് പല സ്ഥലങ്ങളിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, പല ഭാഗങ്ങളിലും മെയ് മാസത്തിൽ മുൻപേ എത്തിയ മൺസൂൺ മഴ തിരുവനന്തപുരത്തിന്റെ പരക്കെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മരങ്ങൾ പൊട്ടി വീണും അതേപോലെ തന്നെ മഴവെള്ളം കെട്ടി നിന്നും ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ലെങ്കിലും മരങ്ങൾ കൃത്യമായി വെട്ടിനീക്കാത്ത അപകട ഭീഷണി ഉയർത്തുന്ന പല ഭാഗങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവയിൽ സർക്കാർ നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മഴ യെല്ലോ അലേർട്ടാണ്, വലിയ രീതിയിലുള്ളൊരു മുന്നറിയിപ്പും കാര്യങ്ങളൊന്നും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നമുക്കില്ലെങ്കിലും ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന പല മേഖലകളും, അതേപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മരങ്ങളും മറ്റും മുറിച്ചു മാറ്റാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇനി മഴ കനക്കുകയാണ്, മൺസൂൺ കനക്കുകയാണെങ്കിൽ മറ്റ്
മറ്റ് റെഡ് അലർട്ടുകൾ പോലെയുള്ള ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യെല്ലോ അലർട്ട് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴ പ്രശ്നങ്ങളൊന്നും നിലവിൽ തലസ്ഥാനത്ത് നിലവിലില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മഴയും കാറ്റും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹരി സാറംഗ്, അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അപകടം തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് റോഡിലേക്ക് മറിയുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. പെരുമാതുറയിലായിരുന്നു സംഭവം. അതിന്റെ വീടിന്റെ റൂഫ് ഷീറ്റ് തീരദേശ റോഡിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ട്. സാരംഗ് തന്നെ സൂചിപ്പിച്ചു, തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെ തീരദേശത്തൊക്കെ തന്നെ ആ ഒരു ശക്തമായ കാറ്റിന്റെ സാധ്യതയും കൂടി കാണുന്നുണ്ടെന്നുള്ളത്. അവിടെ പ്രത്യേകിച്ച് മറ്റ് നാശനഷ്ടങ്ങൾ വേറെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നലെ നമുക്കറിയാം മുതലപ്പുഴയിൽ ഒരു ബോട്ട് ഇത്തരത്തിലൊരു കടക്ഷോഭത്തിൽപ്പെട്ട് മറിഞ്ഞിട്ട് 2 മത്സ്യ തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. ഒപ്പം തന്നെ പല വീടുകൾക്കും ആൾനാശത്തിന് മറിച്ച് മറ്റുള്ള വീടുകൾക്കും മറ്റും കേടുപാടുകൾ സംഭവിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മുതലപ്പുഴ നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളും മറ്റും ഈ മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ശംഖുമുഖം ഭാഗത്ത് കടൽക്ഷോഭം വളരെ അധികം വർദ്ധിച്ചിട്ട് തീരമില്ലാത്ത രീതിയിലേക്ക് എത്തി. അതായത് റോഡിന്റെ ഒരു ഭാഗം ശംഖുമുഖം ഭാഗത്ത് വിനോദസഞ്ചാരികൾ മറ്റും എത്തുന്ന ഭാഗത്ത് ഒരു ഭാഗത്ത് റോഡ് അടച്ചു വെച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയ ഒരു രീതിയിലായിരുന്നു കുറച്ച് മുൻപ് വരെ, കഴിഞ്ഞ മാസത്തെ മഴയുടെ സമയത്തടക്കം. ഇത്തവണ അത് വളരെയധികം കടൽ മുന്നോട്ട് കയറി വരുന്നൊരു സംഭവം ഇന്നലെ രാത്രി അടക്കം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് നമുക്കറിയാം ഒരുപാട് സംരക്ഷിതമായ കെട്ടിടങ്ങളും മറ്റുമുണ്ട്. അവയ്ക്കൊക്കെ കേടുപാട് നിലവിലില്ലെങ്കിലും പക്ഷേ ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് കടൽക്ഷോഭം ഉണ്ടാകും. ഒപ്പം തന്നെ വീടുകൾ, അതായത് നമുക്കറിയാം ശംഖുമുഖം അതേപോലെ തന്നെ വലിയതുറ ഭാഗങ്ങളിൽ കടലിനോട് വളരെ ചേർന്നാണ് പലരും നാട്ടുകാർ മറ്റും വീടുകൾ നിലനിൽക്കുന്നത്. അത്തരം വീടുകൾക്ക് കൃത്യമായ കടൽ ഭിത്തിയും മറ്റും ഇല്ലാത്തതിന്റെ പേരിൽ അതായത് കടൽക്ഷോഭം വളരെ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട്. ചില വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. ഹരി, ഭാഗികമായി വീടുകൾ തകർന്നിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് വിശദാംശങ്ങൾ തരും. പ്രിൻസ്, ജലനിരപ്പ് 2342 അടിയിലോളം എത്തിയിട്ടുണ്ട്. ആശങ്കയുടെ ഒരു സാഹചര്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ കാലാവസ്ഥ എങ്ങനെയാണ് നിലവിൽ? നിലവിൽ ഇടുക്കിയിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ മഴ ശക്തമായ സാഹചര്യമുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ വിട്ടുമാറിയ അവസ്ഥയല്ല. മഴ തുടർച്ചയായി ഒറ്റപ്പെട്ട സമയങ്ങളിൽ മഴ പെയ്യുന്ന ഇടുക്കിയിൽ ഇടവിട്ട് മഴ ശക്തമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ മികച്ച മഴ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഡാമുകളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി ഡാമിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12 അടിയോളം കൂടുതൽ വെള്ളമുണ്ട്. ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് 128 അടിയിൽ അധികം ഉള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഈ 2 അണക്കെട്ടുകളിലേക്കും കാര്യമായ ശക്തമായ നീരൊഴുക്കുണ്ടെങ്കിൽ പോലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ അണക്കെട്ടുകൾ തുറക്കേണ്ട അവസ്ഥ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടിയും ലോവർ പെരിയയും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ചെങ്കുളം അണക്കെട്ടിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം. വരും ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ചെറുകിട അണക്കെട്ടുകളിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഇരട്ടയാർ, കല്ലാർ തുടങ്ങി ഇടുക്കി ഡൈവേർഷൻ ഡാമുകൾ, പൊന്മുടി പോലുള്ള മറ്റു അണക്കെട്ടുകളിലൊക്കെ വെള്ളം ഉയരുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കിയും മുല്ലപ്പെരിയാറും തുറക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിശക്തമായ മഴ തുടർച്ചയായി പെയ്തെങ്കിൽ പോലും ഇടുക്കിയോ മുല്ലപ്പെരിയാറോ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുറക്കേണ്ട സാഹചര്യമില്ല. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ മഴയ്ക്കൊപ്പം കാറ്റ് കുറവുണ്ട് എന്നത് വലിയ ആശ്വാസകരമാണ്. ഈ മൺസൂൺ ആരംഭിച്ച സമയങ്ങളിൽ അതിശക്തമായ മഴയും ഒപ്പം വലിയ കാറ്റുമാണ് ഹൈറേഞ്ചിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തി മേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയിലൊക്കെ ശക്തമായ കാറ്റാണ് വീശുക. അതുകൊണ്ട് തന്നെ 130-ലധികം വീടുകൾ തകർന്ന സാഹചര്യം ആ സമയങ്ങളിലുണ്ടായി. ഒപ്പം ഹെക്ടർ കണക്കിന് ഭൂമിയിലെ ഏലം, കുരുമുളക് അടക്കമുള്ള കൃഷി നശിക്കുന്ന ഒരു സാഹചര്യം ആ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ മഴയുണ്ടെങ്കിൽ പോലും ശക്തമായ കാറ്റ് ഇല്ല എന്നത് ആശ്വാസകരമാണ്. അത് വലിയ കർഷകർക്കടക്കം വലിയ ആശ്വാസമായ ഒരു സാഹചര്യമാണ്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി തുടരാനുള്ള സാഹചര്യം ഉള്ളതിനാൽ ഇടുക്കിയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്നുണ്ട്. 17 വരെ 3 ഗ്യാപ് റോഡിലുള്ള രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഗ്യാപ് റോഡിൽ മിക്കപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ഗ്യാപ് റോഡിൽ മണ്ണിടിഞ്ഞ സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഗ്യാപ് റോഡിലെ രാത്രികാല യാത്രയ്ക്ക് 17-ാം തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ജലവിനോദങ്ങൾ
വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജലവിനോദ ആക്ടിവിറ്റികൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഖനനമടക്കമുള്ള പരിപാടികൾക്കും മണ്ണെടുപ്പ് പോലുള്ള പരിപാടികൾക്കും ഒക്കെ താൽക്കാലിക നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതോടൊപ്പം തന്നെ ശക്തമായ നിരീക്ഷണം ജില്ലയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിലവിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ കാര്യമായ അപകടങ്ങളൊന്നും ജില്ലയിൽ നടന്നിട്ടില്ല. ഒപ്പം ക്യാമ്പുകളൊന്നും ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല. അതൊക്കെ തന്നെ വലിയൊരു ആശ്വാസകരമാണ്. വ്യക്തമാണ്. വിശദാംശങ്ങളാണ് പ്രിൻസ് ജെയിംസ് നൽകിയത്. ഇടുക്കിയിൽ നിലവിൽ മഴ തുടരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ശക്തമായ കാറ്റ് അവിടെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ തിരുവനന്തപുരത്ത് തീരദേശ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാറ്റ് ഒരു വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എന്തായാലും വിശദാംശങ്ങളാണ് പ്രിൻസ് ജെയിംസ്, ഐഷത്തുൽ ഷംന, സാരംഗ് സുധാകരൻ എന്നിവർ. കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു. 2 നില കെട്ടിടമാണ് തകർന്നു വീണത്. ആളപായമില്ല. പഴക്കം ചെന്ന കെട്ടിടമാണ് നിലം പതിച്ചത്. അത് ഒരു ഇൻഷുറൻസ് ഒരു വീഡിയോ ചെയ്തോളി. ഇൻഷുറൻസ് ആളൊക്കെ വീഡിയോ വേണ്ടേ?